പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ഒരു പേപ്പറോ ബുക്കോ പേനയോ കൊണ്ടിരിക്കുക. കാരണം എന്താണ്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവാണ്. അപ്പോൾ തുടങ്ങാം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഈ ഒരു നിയമത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മളതിനെ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നുണ്ട്, ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ്ട? നിലവിൽ 220 കമ്മ്യൂണിറ്റി റിസർവുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകൾ എത്രയെണ്ണമുണ്ട്? 220 കമ്മ്യൂണിറ്റി റിസർവുകൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ള സംസ്ഥാനം എവിടെയാണ്? അത് നമ്മുടെ നാഗാലാൻഡാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള നമ്മുടെ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ നാഗാലാൻഡാണ്. ഓക്കെ, അപ്പോൾ 148 കമ്മ്യൂണിറ്റി റിസർവുകളാണ് നാഗാലാൻഡിൽ ഉള്ളത്. നിലവിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗാലാൻഡിലെ ഖൊനോമ നാച്ചുറൽ കൺസർവേഷൻ റിസർവാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? നാഗാലാൻഡിലെ ഖൊനോമ നാച്ചുറൽ കൺസർവേഷൻ സെൻ്ററാണ്. ഓക്കെ, നിലവിലെ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? അത് പഞ്ചാബിലെ കേശോപൂർ ചാമ്പ് കമ്മ്യൂണിറ്റി റിസർവാണ്. ഗുർദാസ്പൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, നിലവിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് നാഗാലാൻഡിലെ ഖൊനോമ നാച്ചുറൽ കൺസർവേഷൻ റിസർവാണ്. നിലവിലെ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് പഞ്ചാബിലെ കേശോപൂർ ചാമ്പ് കമ്മ്യൂണിറ്റി റിസർവാണ്. അത് ഗുർദാസ്പൂരിലാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതിനാൽ വ്യവസായങ്ങളോ മറ്റ് മനുഷ്യ കടന്നുകയറ്റങ്ങളോ ഒന്നും ഇത്തരം സംരക്ഷിത പ്രദേശങ്ങളിൽ അനുവദിക്കുന്നില്ല. കമ്മ്യൂണിറ്റി റിസർവിൽ എന്ത് അനുവദിക്കുന്നില്ല? ഈ കാര്യങ്ങളൊന്നും. നമ്മളിപ്പോൾ വ്യവസായങ്ങൾ അവിടെ നമ്മൾ കടന്നു കയറി അവിടെ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ സാധാരണ കടന്നുകയറ്റങ്ങൾ അവിടെ എന്തില്ല പറ്റില്ല. അതേപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്, പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വ്യവസായങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ സാധാരണ കടന്നുകയറ്റങ്ങൾ, അവിടെ കയറി കൃഷി ചെയ്യുക, ഈ പരിപാടിയൊന്നും എവിടെ പറ്റില്ല, സംരക്ഷിത പ്രദേശങ്ങളിൽ അനുവദിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത പോയിൻ്റാണ്, കമ്മ്യൂണിറ്റി റിസർവുകളും അതേപോലെ തന്നെ കൺസർവേഷൻ റിസർവുകളും ഇന്ത്യയിലെ സംരക്ഷിത പ്രദേശങ്ങളെക്കുറിച്ചുള്ള പദങ്ങളാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യയിലെ സംരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളെ കുറിക്കുന്ന പദങ്ങളാണെന്ത്? നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്ന പദമായാലും അതേപോലെ തന്നെ കൺസർവേഷൻ റിസർവ് എന്ന് പറയുന്ന പദം ആയാലും. ഇവ സാധാരണയായിട്ട് എവിടെയാണ് സ്ഥാപിക്കുന്നത്? വന്യജീവി സങ്കേതങ്ങളിലോ ദേശീയോദ്യാനങ്ങളിലോ മറ്റ് സംരക്ഷണ വനങ്ങളിലോ ഉള്ളിലുള്ള ബഫർ സോണുകളിലോ ദേശാന്തരഗമന എന്ന് പറയുമ്പോൾ നമ്മുടെ മൈഗ്രേഷൻ കോറിഡോർ ഇടനാഴികളിലോ ആയിരിക്കും ഇവ സ്ഥാപിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ അവിടെ കയറി അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിറ്റി റിസർവ് അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, അവിടെ അത്രയും നമ്മുടെ പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞെന്താണ്, സാധാരണയായിട്ട് ഇവ സ്ഥാപിക്കുന്നത് എവിടെയാണ്? വന്യജീവി സങ്കേതങ്ങളിലോ ദേശീയോദ്യാനങ്ങളിലോ മറ്റ് സംരക്ഷണ വനങ്ങളിലോ ഉള്ളിലുള്ള ബഫർ സോണുകളിലോ അല്ലെങ്കിൽ ദേശാന്തര ഗമന, അതായത് നമ്മുടെ മൈഗ്രേഷൻ കോറിഡോർ ഇടനാഴികളിലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മനുഷ്യന്മാർ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ വനം വകുപ്പ് എന്ത് ചെയ്യും? പെനാൽറ്റി അടിച്ച് തരും. ഓക്കെ, അടുത്തത്
ഇത്തരം പ്രദേശങ്ങൾ ജനവാസമില്ലാത്തതും പൂർണ്ണമായും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ആയിരിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നമ്മുടെ എന്ത് പാടില്ല, ജനവാസം പാടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളത് ആയിരിക്കും. എന്നാൽ ഭൂമിയുടെ ഒരു ഭാഗം ഒരു സ്വകാര്യ ഉടമസ്ഥതയിലാണെങ്കിൽ, അപ്പോൾ അടുത്ത ഒരു എക്സെപ്ഷൻ പറയുന്നത്, എന്നാൽ എന്താണ്, ഒരു ഭൂമിയുണ്ട്, ആ ഭൂമിയുടെ ഇത് ഒരു ഭാഗം ആരുടെ കയ്യിലാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ് എങ്കിൽ അവ ഉപജീവനത്തിനായി ഉപയോഗിക്കുന്നതാണെങ്കിലോ അവയും ഒരു സംരക്ഷിത പ്രദേശമായി കണക്കാക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വലിയൊരു ഭൂപ്രദേശമുണ്ട്, അത് ഒരു സംരക്ഷിത പ്രദേശമാണ്. അതെന്താണ്, അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഉപജീവനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തു എങ്കിലും എന്താണ്, ആ ഭാഗം എന്തായിട്ട് കണക്കാക്കും, അത് ഒരു സംരക്ഷിത പ്രദേശമായിട്ട് കണക്കാക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു കാട്ടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വസ്തു എനിക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഗവൺമെൻറ് സംരക്ഷിത പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു വസ്തുവും എന്ത് ചെയ്യും, നമ്മുടെ ഗവൺമെൻറ് പിടിച്ചെടുക്കും. ഓക്കെ, ഇതാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഭൂമിയുടെ ഒരു ഭാഗം ഒരു സ്വകാര്യ ഉടമസ്ഥതയിലാണെങ്കിലോ അവ ഉപജീവനത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിലോ അവയും എന്ത് ചെയ്യും, ഒരു സംരക്ഷിത പ്രദേശമായിട്ട് കണക്കാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ്. അടുത്ത് കമ്മ്യൂണിറ്റി റിസർവുകളെയും കൺസർവേഷൻ റിസർവുകളെയും കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് എവിടെയാണ്, 2002 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഭേദഗതി നിയമത്തിലാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവുകളെ ആയാലും കൺസർവേഷൻ റിസർവിനെ കുറിച്ചായാലും ആദ്യമായിട്ട് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് എവിടെയാണ്, 2002 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഭേദഗതി നിയമത്തിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പോയിന്റ്, ഭൂമിയുടെ സ്വകാര്യ ഉടമസ്ഥതയും ഭൂവിനിയോഗവും കാരണം നിലവിലുള്ള സംരക്ഷിത മേഖലകളുടെയും അവയുടെ പരിസരങ്ങളുടെയും സംരക്ഷണം കുറഞ്ഞതിനാലാണ് കമ്മ്യൂണിറ്റി റിസർവ് കൺസർവേഷൻ റിസർവ് എന്ന വിഭാഗം രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ എന്താണ് കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവ് അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവ് രൂപകൽപ്പന ചെയ്യാൻ അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ കാരണമായ ഒരു സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ഭൂമിയുടെ സ്വകാര്യ ഉടമസ്ഥതയും അതേപോലെ തന്നെ ഭൂവിനിയോഗവും കാരണം നമ്മുടെ നിലവിലുള്ള സംരക്ഷിത മേഖലകൾ അതേപോലെ തന്നെ അവയുടെ പരിസരങ്ങളുടെയും സംരക്ഷണം എന്ന് പറഞ്ഞ ഒരു ചുരുക്കി പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റവും അനിയന്ത്രിതമായ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ വനങ്ങളിൽ കയറിയുള്ള ആ ഒരു പരിപാടി മനസ്സിലായല്ലോ, അതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവ് അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവ് എന്ന വിഭാഗം രൂപകൽപ്പന ചെയ്തത്. ഈ സെൻറ്റൻസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഭൂമിയുടെ സ്വകാര്യ ഉടമസ്ഥതയും എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഭൂമി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സ്വകാര്യ ഉടമസ്ഥത, അതേപോലെ തന്നെ ഭൂവിനിയോഗം, ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് അനിയന്ത്രിതമായിട്ട് അതിനെന്ത് ചെയ്യുക, ചൂഷണം ചെയ്യുക, ഭൂമിയെ ചൂഷണം, നമ്മുടെ വനത്തെ ചൂഷണം ചെയ്യുക. ഓക്കെ, കാരണം നിലവിലുള്ള സംരക്ഷിത മേഖലകളുടെയും അവയുടെ പരിസരങ്ങളുടെയും സംരക്ഷണം കുറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ, അനിയന്ത്രിതമായിട്ട് അതിൻ്റെ അകത്ത് കയറി ചൂഷണം ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് കമ്മ്യൂണിറ്റി റിസർവ് കൺസർവേഷൻ റിസർവ് എന്ന വിഭാഗം രൂപകൽപ്പന ചെയ്തു. ഇതൊക്കെ കൊണ്ടാണെന്ത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മനുഷ്യൻ്റെയും അതേപോലെ തന്നെ ആ ഒരു അനിയന്ത്രിതമായിട്ടുള്ള പരിപാടി കൊണ്ടാണ് ഇതൊക്കെ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവ് അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവ് എന്ന വിഭാഗത്തെക്കുറിച്ച് പറയുന്നത്. വേറൊന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. പശ്ചിമഘട്ടത്തെ സംരക്ഷിതവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിവർഗങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. ഇത് രണ്ടും നമ്മുടെ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. ഈ ആദ്യത്തെ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലിലൊക്കെ വരുന്നതാണ്. രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, പശ്ചിമഘട്ട മേഖലയാണെന്ന് എനിക്ക് അറിയാം. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടത്തിലെ സംരക്ഷിതവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിവർഗങ്ങളെക്കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പശ്ചിമഘട്ടത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി വരുന്നൊരു ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് നമ്മുടെ പശ്ചിമഘട്ടം. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കിഴക്ക് ഭാഗത്ത് എവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നു, പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നു. പൂർവ്വഘട്ടം വിട്ടാണ് അത് നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ പഠിക്കേണ്ട കാര്യം പിന്നെ ആ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കഴിഞ്ഞ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഇത് നമ്മുടെ ക്ലാസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് മനഃപൂർവ്വം ഡീറ്റെയിൽ ചെയ്യാത്തതാണ്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചാടിക്കയറി പൂർവ്വഘട്ടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടി.
നമുക്ക് പൂർവ്വഘട്ടം പഠിക്കാനുണ്ട്, മനസ്സിലായല്ലോ. ആ പഠിക്കാനുള്ള കാര്യം ഇവിടെ പിന്നെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന നിങ്ങളുടെ സമയമാണ് പോകുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് അതാണ് ഞാൻ ആദ്യമേ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോഴേ പറയുന്നതാണ്. നമുക്ക് എന്താണ് പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാം. അല്ലാതെ നമുക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ച് എനിക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പശ്ചിമഘട്ടത്തെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ നിങ്ങളുടെ സമയമാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമയമാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പശ്ചിമഘട്ടം പറയുമ്പോൾ ചാടിക്കറി പൂർവ്വഘട്ടം എവിടെയാണ്, എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇപ്പോൾ വേണമെങ്കിൽ പറയാം. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ചുമ്മാ പോകും. ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോഴും ഇത്രയും സമയം ഒരു ഇത്ര സെക്കൻഡ് നിങ്ങളുടെ സമയം പോയില്ലേ, അത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഇത് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. 1,80,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമോ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 6% താഴെയോ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ, മത്സ്യങ്ങൾ, ജന്തുജാലങ്ങൾ, പക്ഷി സസ്തനി വർഗ്ഗങ്ങൾ എന്നിവയുടെ 30%-ലധികം പശ്ചിമഘട്ടത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ വെറും 6% താഴെയാണ് നമ്മുടെ പശ്ചിമഘട്ടം. നിങ്ങൾ നമ്മുടെ തൊട്ട് താഴെ ഞാൻ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു ചെറിയൊരു സംഭവമാണ് പശ്ചിമഘട്ടം. പക്ഷേ അവിടെയാണെന്ത്, നമ്മുടെ ഇന്ത്യയിലെ 30%-ലധികം ജീവി, ജന്തു, സസ്തനി വർഗ്ഗങ്ങളൊക്കെ നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ 6% താഴെ മാത്രമാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു 6% താഴെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ 30%-ലധികം ജൈവ വൈവിധ്യം, അതായത് നമ്മുടെ സസ്യങ്ങൾ, പലതരത്തിലുള്ള സസ്യങ്ങൾ, പലതരത്തിലുള്ള മത്സ്യങ്ങൾ, പലതരത്തിലുള്ള ജന്തുജാലങ്ങൾ, പക്ഷികൾ, സസ്തനികൾ, ഇതൊക്കെ എവിടെയാണ്, നമ്മുടെ ഈ ഒരു ചെറിയ പശ്ചിമഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ കറണ്ട് അഫേഴ്സിൽ പഠിച്ച് കാണും. ഇടയ്ക്കിടയ്ക്ക് ഓരോ തുമ്പി, നമ്മുടെ വണ്ട്, അതേപോലെ തന്നെ പൂമ്പാറ്റ, തവള, ഇതൊക്കെ പുതുതായിട്ട് കണ്ടെത്തുന്നത് എവിടെയാണ്, നമ്മുടെ പശ്ചിമഘട്ട ആ ഒരു റേഞ്ച്, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇതൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, അടുത്ത് ഇതൊരു യുനെസ്കോ പൈതൃക സൈറ്റാണ്. നമുക്കറിയാമല്ലോ, ഇതൊരു യുനെസ്കോ പൈതൃക സൈറ്റാണ്. ഏറ്റവും ചൂടേറിയ ജൈവ വൈവിധ്യ സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം. അപ്പോൾ ഒരു ചൂടേറിയ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്ന് ഏതാണ്, നമ്മുടെ പശ്ചിമഘട്ടമാണ്. ഇത്രയും മനസ്സിലായല്ലോ, കറക്റ്റായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്. ഈ മാപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് നമ്മുടെ ശ്രീലങ്കയിലും ഒരു കറുപ്പുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 2 മാപ്പുകളും ഉണ്ട്, ഈ മാപ്പുമുണ്ട്, ഈ മാപ്പ്. നമ്മുടെ ഇന്ത്യയിലെ കാര്യം മാത്രം നോക്കിയാൽ ശ്രീലങ്ക ഇതിലെടുത്ത് ഇടണ്ട. പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത് ഇത് നമ്മുടെ വേറൊരു എന്ന് പറയുമ്പോൾ നമ്മുടെ അതുപോട്ടെ. ഓക്കെ, പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത് ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് വരെയാണ് ഇത് നമ്മുടെ പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഗുജറാത്തിൻ്റെ ഒരു തുമ്പ് തൊട്ട് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ ഒരു തുമ്പ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര വഴി, ഗോവ വഴി, കർണാടക വഴി, കേരളം വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പശ്ചിമഘട്ടത്തിലെ മനുഷ്യനിർമ്മിത തടാകങ്ങൾ. നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും, നീലഗിരിയിൽ, ഊട്ടിയിൽ പോകുമ്പോൾ 2500 മീറ്റർ ഉയരത്തിൽ അവിടെ ഒരു തടാകമുണ്ട്. അതിനെ എൽ ലേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്, എൽ ലേക്ക് എന്നാണ് പറയുന്നത്. നീലഗിരിയിൽ നമ്മുടെ ആ ഒരു തടാകമുണ്ട്, എൽ ലേക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് കാണാൻ പറ്റും. അത് നമ്മുടെ മനുഷ്യനിർമ്മിത തടാകമാണ്, നമ്മുടെ നീലഗിരിയിലെ, ഊട്ടിയിലെ ആ ഒരു തടാകം. അടുത്ത് കൊടൈക്കനാലിൽ ഇതേപോലൊരു തടാകമുണ്ട്. 2285 മീറ്ററാണ് ഉയരം. അതും എന്താണ്, മനുഷ്യനിർമ്മിത തടാകമാണ്. അത് അടുത്ത് പളനിക്കുന്നിലെ ബറിജാം തടാകം. ഇതും എന്താണ്, ഇതും നമ്മുടെ മനുഷ്യനിർമ്മിത തടാകങ്ങളാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ 3 മനുഷ്യനിർമ്മിത തടാകങ്ങളാണ് നീലഗിരിയിലെ ഊട്ടി, കൊടൈക്കനാൽ, പളനിക്കുന്നിലെ ബറിജാം. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ വറ്റാത്ത നദികളെ പരിപോഷിപ്പിക്കുന്ന പശ്ചിമഘട്ടം ഇന്ത്യയിലെ 4 നീർത്തടങ്ങളിൽ ഒന്നാണ്. പ്രധാന നദികൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, മണ്ഡോവി, സുവാരി എന്നിവ. അപ്പോൾ ഇന്ത്യയിലെ വറ്റാത്ത നദികളെ പരിപോഷിപ്പിക്കുന്ന പശ്ചിമഘട്ടം
അപ്പോൾ പശ്ചിമഘട്ടത്തിൽ എന്താണ് വറ്റാത്ത നദികളാണ് ഏകദേശം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ 4 നീർത്തടങ്ങളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, മണ്ഡോവി, സുവാരി. ഇവയൊക്കെ നമ്മുടെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന നദികളാണ്. ഓക്കെ, അതിവേഗമൊഴുകുന്ന നദികളും കുത്തനെയുള്ള ചരിവുകളും നിരവധി വലിയ ജലവൈദ്യുത പദ്ധതികൾക്ക് സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മഹാരാഷ്ട്ര അങ്ങോട്ടൊക്കെ നമ്മൾ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് കുച്ചൻകുത്തായ ഇറക്കങ്ങളും അതേപോലെ തന്നെ കയറ്റങ്ങളും, അറിയാമല്ലോ, നദികൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, വലിയ വെള്ളച്ചാട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ വെള്ളച്ചാട്ടം, അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ കാരണമാകും. ഓക്കെ, പശ്ചിമഘട്ടത്തിൻ്റെ നീളത്തിൽ 50ഓളം പ്രധാന ഡാമുകൾ എന്തുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, അടുത്ത ആഗോള ഭീഷണി നേരിടുന്ന കുറഞ്ഞത് 325 ജീവിവർഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജന്തുവർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ പശ്ചിമഘട്ടമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ആഗോള ഭീഷണി എന്ന് പറയുമ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങനെയുള്ള 325 ജീവിവർഗങ്ങൾ, കുറഞ്ഞതാണ് 325 ജീവിവർഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജന്തുവർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ്. അടുത്ത് പല പ്രാദേശിക ഇനങ്ങളും പ്രത്യേകിച്ച് ഉഭയജീവി റെപ്റ്റീലിയൻ ക്ലാസുകളിൽ ഭീഷണി നേരിടുന്ന സസ്തനികൾ പശ്ചിമഘട്ടത്തിൽ വസിക്കുന്നു. അതിലുൾപ്പെടുന്ന പല പ്രാദേശിക സസ്തനികളും ഇന്ന് ഭീഷണി, ഈ ഭീഷണി എന്ന് പറയുമ്പോൾ എന്താണ്? വംശനാശ ഭീഷണിയാണ്. ഓക്കെ, അത് നേരിടുന്നവയാണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് സസ്തനികൾ, അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കടുത്ത് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തേതായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ സസ്തനികളാണ്. അപ്പോൾ സസ്തനികളെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ പറയുന്നത് പശ്ചിമഘട്ടത്തിൽ ഗുരുതരമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന സസ്തനികൾ കുറച്ചുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. വലിയ പുള്ളികളുള്ള സിവറ്റ്, നീലഗിരി വരയാട്, അർബോറിയൻ ലയൺ, ടെയിൽഡ് മക്കാക്ക, ഏഷ്യൻ ആനകൾ, കടുവ, നീലഗിരി ലങ്കൂർ, പുള്ളിപ്പുലി, കരടികൾ, വാമ്പയർ, വവ്വാലുകൾ. അപ്പോൾ ഏതൊക്കെയാണ്? വലിയ പുള്ളികളുള്ള സിവറ്റ് വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒന്നാണ്. നീലഗിരി വരയാട് നിങ്ങൾക്കറിയാം. അർബോറിയൽ ലയൺ, ടെയിൽഡ് മക്കാക്ക കേട്ടിട്ടുണ്ട്. ഏഷ്യൻ ആനകൾ കേട്ടിട്ടുണ്ട്. കടുവ, നീലഗിരി ലങ്കൂർ, പുള്ളിപ്പുലി, കരടികൾ, വാമ്പയർ, വവ്വാലുകൾ. ഇതൊക്കെയാണ് നമ്മളെ പശ്ചിമഘട്ടത്തിൽ ഗുരുതരമായിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന സസ്തനികളുടെ വിഭാഗത്തിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. കാരണം എന്താണ്? ഇതിനെയൊക്കെ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. കാരണം എന്താണ്? അത്രയ്ക്ക് ഇമ്പോർട്ടൻസോട് കൂടി സംരക്ഷിക്കുന്ന മൃഗങ്ങളാണ്. ഓക്കെ, അടുത്ത ഉരകങ്ങളാണ്. ഉരകവർഗത്തിലെ പാമ്പ് കുടുംബം യൂറോപെൽറ്റിഡെ ഏതാണ്ട് പൂർണ്ണമായും ഈ പ്രദേശത്തേക്ക് പരിമിതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉരകവർഗത്തിൽ പറയുമ്പോൾ പാമ്പ് കുടുംബത്തിലെ യൂറോപെൽറ്റിഡെ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതെന്താണ്? അത് പൂർണ്ണമായിട്ട് ഈ പ്രദേശത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പരിമിതപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് ഉരകങ്ങളിൽ പറയുന്നത്. അടുത്ത ഉഭയജീവികളാണ്. പശ്ചിമഘട്ടത്തിലെ ഉഭയജീവികൾ വൈവിധ്യമാർന്നതും അതുല്യവുമാണ്. പറഞ്ഞല്ലോ, ഉഭയജീവികൾ വളരെ വൈവിധ്യമുള്ളതും അതേപോലെ തന്നെ പല വ്യത്യാസങ്ങൾ ഒന്നിൽ നിന്ന് വ്യത്യാസമുണ്ടായി, അതാണ് പറയുന്നത്. ഓക്കെ, ഉഭയജീവി വർഗ്ഗങ്ങളിൽ 80% ഈ പ്രദേശത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ വെറും 6% താഴെയാണ് പശ്ചിമഘട്ടം. പക്ഷേ ഒരു ഉഭയജീവികളിലെ 80% ഇവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ 80% എവിടെ കാണുന്നു? പശ്ചിമഘട്ട വനമേഖലകളിൽ കാണപ്പെടുന്നു. ഓക്കെ, വംശനാശ ഭീഷണി നേരിടുന്ന പർപ്പിൾ തവളയെ 2003 ജീവനുള്ള ഫോസിലാണെന്ന് കണ്ടെത്തി. കൂടാതെ 4 പുതിയ ഇനം ജീവികളെ പശ്ചിമഘട്ടത്തിൽ നിന്ന് 4 കൂടുതൽ ജീവികളെ എന്തിയിട്ടുണ്ട്? പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന പർപ്പിൾ തവളയെ 2003 എന്ത് ചെയ്തു? ജീവനുള്ള ഫോസിലാണെന്ന് കണ്ടെത്തി. അതേപോലെ തന്നെ 4 പുതിയ ഇനം ജീവികളെ എവിടെ നിന്ന് കണ്ടെത്തി? പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താൻ കുറേ ജീവികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉഭയജീവികളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഉള്ളത്. വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ജസ്റ്റ് എഴുതിയെടുത്ത് വച്ചേക്കുക. അടുത്ത മത്സ്യങ്ങൾ. റെഡ് ലൈൻ ടോർപിഡോ ബാർബ്, റെഡ് ടെയിൽഡ് ബാർബ്, ഓസ്റ്റിയോ ബ്രമാബേക്കറി,
ക്യാറ്റ് ഫിഷ്, ശുദ്ധജല പഫർ മത്സ്യങ്ങൾ, അതേപോലെ തന്നെ നിരവധി ഉജ്ജ്വല നിറമുള്ള അലങ്കാര മത്സ്യങ്ങൾ, ഇവയൊക്കെ എവിടെ കാണുന്നു? നമ്മുടെ പശ്ചിമഘട്ടത്തിലെ നദികളിൽ കാണപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, റെഡ് ലൈൻ ടോർപിഡോ ബാർബ്, ഇതൊക്കെ എന്താണ്? മത്സ്യങ്ങളാണ്. റെഡ് ടെയിൽഡ് ബാർബ്, ഓസ്റ്റിയോ ബ്രഹ്മ ബേക്കറി, ക്യാറ്റ് ഫിഷ്, ശുദ്ധജല പഫർ മത്സ്യങ്ങൾ, ഇതേപോലെയുള്ള പല നിരവധി വർണ്ണ വൈവിധ്യമുള്ള മത്സ്യങ്ങൾ, അതേപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ പശ്ചിമഘട്ട നദികളിൽ ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത് പക്ഷികളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന റൂഫ് ഹൗസ് ലാഫിംഗ് ത്രഷ് ഉൾപ്പെടെ പശ്ചിമഘട്ടത്തിൽ കുറഞ്ഞത് 16 ഇനം പക്ഷികൾ കാണപ്പെടുന്നു. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന റൂഫ് ഹൗസ് ലാഫിംഗ് ത്രഷ്, ഇതൊരു പക്ഷി ഇനമാണ്. ഏതാണ്? റൂഫ് ഹൗസ് ലാഫിംഗ് ത്രഷ്. ഈ പക്ഷി ഇനം ഉൾപ്പെടെ കുറഞ്ഞത് 16 ഇനം പക്ഷി ഇനങ്ങൾ എവിടെ കാണപ്പെടുന്നു? നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. ഓക്കെ. അടുത്ത് പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയവും വിദേശീയവുമായ വൃക്ഷ സസ്യ ഇനങ്ങളാണ്. ഈ തദ്ദേശീയമെന്ന് പറയുമ്പോൾ അവിടെ കാണപ്പെട്ടുകൊണ്ടിരുന്ന വൃക്ഷങ്ങളാണ്. വിദേശീയം എന്ന് പറയുമ്പോൾ എന്താണ്? പുറം രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ഇവിടെ വളർന്ന് കയറിയ സാധനങ്ങളാണ്, വൃക്ഷങ്ങളാണ്. ഓക്കെ. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയവും വിദേശവുമായ വൃക്ഷ സസ്യ ഇനങ്ങളാണ് തേക്ക്, ജാമുൻ, കശുവണ്ടി. നമ്മുടെ കശുവണ്ടിയൊക്കെ എവിടെ നിന്ന് വന്നേക്ക് അറിയാമല്ലോ. ഓക്കെ. തേക്ക്, ജാമുൻ, കശുവണ്ടി, ഹോഗ് പ്ലം, പവിഴമരം, മുല്ലപ്പൂ, ക്രോസാന്ദ്രം. അപ്പോൾ തദ്ദേശീയവും വിദേശീയവുമായ നമ്മുടെ വൃക്ഷ സസ്യ ഇനങ്ങളാണ് തേക്ക്, ജാമുൻ, കശുവണ്ടി, ഹോഗ് പ്ലം, പവിഴമരം, മുല്ലപ്പൂ, ക്രോസാന്ദ്രം. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത് പശ്ചിമഘട്ടം നിരവധി സംസ്ഥാന അതിർത്തികളിലൂടെ കടന്നു പോകുന്നു. വലിയ വിസ്തൃതിയുള്ള ഒരു പ്രധാന ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. നമ്മൾ ഇത്രയും നേരം അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് അങ്ങ് വിടുക, അറിയാമെന്നുള്ളതാണ്. ഖനനം, വനനശീകരണം, വാണിജ്യ തോട്ടം ഉയർത്തുന്നതിനായി സ്വാഭാവിക വനങ്ങൾ വെട്ടിക്കുറയ്ക്കൽ, വെള്ളപ്പൊക്കത്തിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും പ്രതികൂല ഫലങ്ങൾ എന്നിവ കാരണം കുന്നുകളുടെ ദുർബലമായ പരിസ്ഥിതി സംവിധാനം കടുത്ത സമ്മർദ്ദത്തിലാണ്. അപ്പോൾ പറയുന്നത് എന്താണ്? ഖനനം, അതേപോലെ തന്നെ വനനശീകരണം. അറിയാമല്ലോ, ഖനനം, വനനശീകരണം, വാണിജ്യമായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും? തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളപ്പൊക്കത്തിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ, ഇവയൊക്കെ കാരണം എന്ത് സംഭവിക്കുന്നു? കുന്നുകളുടെ ദുർബലമായ പരിസ്ഥിതി സംവിധാനം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കടുത്ത സമ്മർദ്ദത്തിൽ ആകുന്നു. വനഭൂമിയുടെ കടന്നുകയറ്റം, കാട്ടുജീവികളുടെ മേലുള്ള വേട്ടയാടൽ മുതലായവ മറ്റ് പ്രധാന കാരണങ്ങളിൽ പെടുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഓരോ മൃഗത്തിനെയും വേട്ടയാടുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വംശനാശ ഭീഷണിയെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ ഘോരമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് IUCN റെഡ് ലിസ്റ്റ് വർഗീകരണങ്ങളും മാനദണ്ഡങ്ങളുമാണ്. നിങ്ങൾ കേട്ട് കാണാം. IUCNൻ്റെ റെഡ് ലിസ്റ്റ് വർഗീകരണങ്ങളും മാനദണ്ഡങ്ങളും. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോറി പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയായ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ, അതായത് നമ്മുടെ IUCN, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണാർത്ഥം അവയെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ, IUCN എന്ത് ചെയ്തു? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും അവരെ സംരക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തു? 3 വിഭാഗങ്ങളായിട്ട് ഈ സസ്യങ്ങളെയും ജന്തുക്കളെയും എന്ത് ചെയ്തു? തരംതിരിച്ചു. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അതിലൊന്നാമത്തേത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ. ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ. അതിലൊന്നാമത്തേത് പറയുന്നത് ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുള്ള, ശ്രദ്ധിക്കുക ഈ ഒരു പോയിന്റ്, സാധ്യതയുള്ള, തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള ജീവിവർഗങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നത് എന്തൊക്കെയാണ്? ഭൂമുഖത്ത് നിന്നും നമ്മുടെ തുടച്ചു നീക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള ജീവിവർഗങ്ങളെയാണ് ഒന്നാം വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്.
IUCN ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളുടെ വിവരങ്ങൾ ചുവടെ പട്ടികയായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് റെഡ് ലിസ്റ്റ്, നമുക്കറിയാമല്ലോ റെഡ് ലിസ്റ്റും യെല്ലോ ലിസ്റ്റും ഒക്കെ അറിയാമല്ലോ. ഓക്കെ, റെഡ് ലിസ്റ്റായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഭാഗമാണ് വംശനാശ സാധ്യതയുള്ള ജീവിവർഗങ്ങൾ. മറ്റേ നമ്മൾ മുമ്പ് പറഞ്ഞത് വംശനാശം നേരിടുന്ന വംശനാശം ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തെ എന്താണ്? വംശനാശ ഭീഷണി സാധ്യതയുള്ള, ചിലപ്പോൾ സാധ്യതയുണ്ടായിരിക്കാം, അങ്ങനെ സാധ്യതയുള്ള ജീവിവർഗങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്. സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ കൈക്കൊണ്ടില്ല എങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ജീവിയുണ്ട്, ആ ജീവിയെ നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ വിദൂര ഭാവിയിൽ വംശനാശം സംഭവിച്ചേക്കാവുന്ന ജീവിവർഗങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഒരു ജീവിയുണ്ട്, ആ ജീവിയെ നമ്മൾ ഇപ്പോൾ സംരക്ഷിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ എന്ത് ചെയ്യാം? വംശനാശം സംഭവിച്ചേക്കാം. ആ ഒരു കാര്യം പറയുന്നത് എവിടെയാണ്? രണ്ടാമത്തെ വിഭാഗത്തിലാണ്. ഓക്കെ, എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുള്ളതിനാൽ ഇവയുടെ സംരക്ഷണത്തിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളത് എന്ത് ചെയ്യും? നമ്മുടെ IUCN കണക്കാക്കും, എന്നിട്ട് അവയെ എന്ത് ചെയ്യും? നമ്മുടെ IUCN സംരക്ഷിക്കും. അതിനെയാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ? വംശനാശ സാധ്യതയുള്ള ജീവി വർഗങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്. അടുത്ത് മൂന്നാമത്തെ ഭാഗത്തിൽ അപൂർവ ജീവിവർഗങ്ങൾ. അത് എന്താണ് അപൂർവ ജീവിവർഗങ്ങൾ? ലോകത്ത് ഈ ജീവിവർഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അപൂർവ ജീവിവർഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ജീവി നമ്മുടെ ലോകത്ത് എന്താണ്? ആ ഒരു ജീവിവർഗം വളരെ എന്ന് പറയുമ്പോൾ എണ്ണം വളരെ കുറവാണ്. പരിമിതമായ പ്രദേശങ്ങളിലോ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ അങ്ങോ ഇങ്ങോ മാത്രം കാണപ്പെടുന്ന ജീവിവർഗങ്ങളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? എല്ലായിടത്തും ഈ ഒരു ജീവിവർഗം കാണില്ല, കാണുന്നതോ അപൂർവമായിരിക്കും. അപൂർവമായാണെങ്കിലും എന്താണ്? എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജീവിവർഗങ്ങളെ എവിടെ? നമ്മുടെ അപൂർവ ജീവിവർഗങ്ങൾ എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ അപൂർവ ജീവിവർഗങ്ങളെന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ജൈവ വൈവിധ്യം ഏറെ പ്രധാനമാണ്. അറിയാമല്ലോ, മനുഷ്യൻ്റെ നിലനിൽപ്പിന് എന്താണ്? ജൈവ വൈവിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയാം. എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഏറെ അടുത്ത ബന്ധമാണ് ഉള്ളത്. മനുഷ്യനായാലും മൃഗമായാലും സസ്യങ്ങളായാലും എന്താണ്? ഏറെ അടുത്ത ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജീവിവർഗത്തിനുണ്ടാകുന്ന ആഘാതം മറ്റുള്ളവയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കും. സസ്യങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാവോ? ഉണ്ടായിരിക്കില്ല. ജന്തുക്കൾ നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരുണ്ടായിരിക്കും? ഉണ്ടായിരിക്കില്ല. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എല്ലാം ഒരു വലക്കണ്ണികളെ പോലെയാണ് ഇരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മറ്റ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ എന്ത് ചെയ്യും? അത് ബാധിക്കും. ഓക്കെ, എല്ലാം കൂടിയുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് സസ്യങ്ങൾ, ജന്തുവർഗങ്ങൾ എന്നിവയുടെ വംശനാശം പരിസ്ഥിതിയുടെ അപചയത്തിനും അതുവഴി മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടമാകുന്നതിനും കാരണമാകും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്? സസ്യങ്ങൾ, ജന്തുവർഗങ്ങൾ ഇവയൊക്കെ വംശനാശം സംഭവിച്ചാൽ എന്ത് ചെയ്യും? അത് പരിസ്ഥിതിയുടെ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സന്തുലിതാവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ എന്ത് ചെയ്യുന്നു? മാറ്റം സംഭവിക്കുന്നു. അതുവഴി മനുഷ്യൻ്റെ, നമ്മുടെ നിലനിൽപ്പിന് തന്നെ എന്ത് ചെയ്യുന്നു? അപകടത്തിൽ ആകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സസ്യങ്ങളും ജന്തുവർഗങ്ങളും എല്ലാം എന്താണ്? നമ്മുടെ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ നിലനിർത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചില രാജ്യങ്ങൾ ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ്. മെഗാ ഡൈവേഴ്സിറ്റി സെൻ്ററുകൾ എന്നാണ് ഈ രാജ്യങ്ങൾ അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ 17 രാജ്യങ്ങൾ നിലവിൽ ഉണ്ട്. അപ്പോൾ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചില രാജ്യങ്ങൾ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ വളരെ സമ്പുഷ്ടമാണ് ആ രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങളെ എന്തെന്ന് പറയുന്നു? മെഗാ ഡൈവേഴ്സിറ്റി സെൻ്ററുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടല് 17 രാജ്യങ്ങൾ എന്നുണ്ട് ഈ ഒരു മെഗാ ഡൈവേഴ്സിറ്റി സെൻ്ററുകൾ എന്ന് പറയുന്നത്. 17 രാജ്യങ്ങളെയാണ്. ഓക്കെ, അടുത്ത് വംശനാശ ഭീഷണി ഏറ്റവും അധികം നിലനിൽക്കുന്ന പ്രകൃതിലോല പ്രദേശങ്ങളിലെ വിഭവങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ചില പ്രദേശങ്ങളെ ജൈവ വൈവിധ്യ
അതീവ പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യ മേഖലകൾ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന, അതായത് വംശനാശ ഭീഷണി ഏറ്റവും അധികം നിലനിൽക്കുന്ന പ്രകൃതി ലോല പ്രദേശങ്ങളിൽ അവിടെയുള്ള വിഭവങ്ങളുടെ സംരക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് അവരെന്ത് ചെയ്യുന്നു, ചില പ്രദേശങ്ങളെ ജൈവ വൈവിധ്യ അതീവ പ്രാധാന്യമുള്ള ജൈവ മേഖലകൾ എന്ന് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് എന്ത് ചെയ്യുന്നു, അവരതിനെ തരം തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കിൽ ആ ഒരു ഭാഗം തീരുന്നത്. അത് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത നമ്മുടെ സിലബസിൽ അടുത്തൊരു മെയിൻ ടോപ്പിക്കായ ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത ടോപ്പിക്കും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി സിലബസിൽ നിന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് സജഷൻസ് എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അപ്പോൾ താങ്ക് യു.